ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക ഉപയോഗിച്ച് ഒരു മപ്പാസ് ഉണ്ടാക്കാമേ. അതിനായിട്ട് വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. 3 പഴുത്ത തക്കാളിക്ക, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, 4 പച്ചമുളകിനെ കീറി വെച്ചിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. 1 സവാള നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തേങ്ങയുടെ 1/2 മുറിയെടുത്ത് ചിരണ്ടി വെച്ചതാണ്. അത് തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ടാണ്. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയെ ഇടാം, പച്ചമുളകിനെ ഇടാം, കറിവേപ്പില ഇടാം, തക്കാളിയും ഇഞ്ചി ചതച്ചതും സവാളയും ഇട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. വെള്ളമയം മാറുന്നത് വരെ നന്നായി വഴറ്റി എടുക്കണം. വഴന്നു വന്നതിന് ശേഷമാണ് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇടാനുള്ളത്. പിന്നെയുണ്ടല്ലോ, ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ്മ മാത്യൂസ് എന്ന എൻ്റെ പേജിനെ ഫോളോയും ചെയ്യണേ. ഇനി നമുക്ക് മസാലപ്പൊടി ആഡ് ചെയ്യാം. അതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂൺ മീറ്റ് മസാല പൗഡറുമാണ് ആഡ് ചെയ്യുന്നത്. ഇതിവിടെ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന മീറ്റ് മസാല പൗഡേഴ്സാണ്. ഈ ഒരു കറിക്ക് ശരിക്കും ഇറച്ചിക്കറിയുടെ ഫ്ലേവറാണ് വരുന്നത്. അതിനാലാണ് നമ്മൾ മീറ്റ് മസാല പൗഡർ ആഡ് ചെയ്യുന്നത്. ഇനിയുമാണ് നമുക്ക് തേങ്ങാപ്പാൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലുമായി മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാൽ ഒഴിച്ച് ഈ കറിയെ വേകാനായി വിടാം. കുറച്ച് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ല രീതിയിൽ വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം വെന്ത് വരണം. വെന്ത് വന്നതിന് ശേഷം ഞങ്ങൾ ഇതിനകത്ത് സ്പെഷ്യലായി ആഡ് ചെയ്യുന്നത് മുട്ടയാണ്. ഇത് 3 പേർക്കാണ് മുട്ടയുള്ളത്, അതുകൊണ്ട് 3 മുട്ടയാണ് അമ്മ ചേർത്തത്. 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ആ ഉണ്ണി പൊട്ടാതെ പൊട്ടിച്ചൊഴിക്കണേ. അതിനുശേഷം അടപ്പ് വെച്ച് അടച്ച് വേവാനായി വിടാം. വെന്ത് വന്നതിന് ശേഷം വേണം 1-ാം പാൽ ചേർക്കാൻ. 1-ാം പാലും കൂടെ ചേർത്ത് ഒന്ന് കറി ഇളക്കി ആവി വരുന്നത് വരെ വയ്ക്കാം. തിളയ്ക്കാൻ വിടണ്ട. അത്രയേ ഉള്ളൂ, കറിയുടെ പരിപാടി കഴിഞ്ഞു. അടിപൊളി കറിയാണ് കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഈ കറി ഉണ്ടാക്കി എൻജോയ് ചെയ്യുക. നോയമ്പിൻ്റെ സമയമാണ്, എന്നാലും ട്രൈ ചെയ്യണേ. നല്ല ചൂട് ചോറിലേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച വെണ്ടയ്ക്ക കറി ഒഴിക്കുകയാണ്. കാരണം ഊണിൻ്റെ സമയമായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അതിനുശേഷം അച്ചിങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മൂത്ത മോളുടെ ഫേവറേറ്റ് മെഴുക്കുവരട്ടി അതാണ്. അത് ആഡ് ചെയ്തു. ഉള്ളിത്തണ്ടിനെ തോരൻ വെച്ചു. ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ചതാണ്, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പം ആ തോരനും വയ്ക്കാം. പിന്നെ നോയമ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്നാലും 2 കഷ്ണം ഉണക്ക നങ്കും കൂടെ വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഉഗ്രൻ കോമ്പിനേഷനാണ് ഈ ഉണക്കമീൻ വറുത്തത്. ഉണക്കമീൻ 2 കഷ്ണം വയ്ക്കാം. പിന്നെ ഇഞ്ചിക്കറിയും ഉണ്ടായിരുന്നു. തൊടുകറിയായി ഇഞ്ചിക്കറിയും എടുക്കാം. അടിപൊളി ഊണായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഉഗ്രൻ കോമ്പിനേഷൻസ് ആയിരുന്നു ഇതെല്ലാം. ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. വീട്ടുകാരും കുട്ടികളുമൊത്ത് എൻജോയ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഹാപ്പി, ഞാനും ഹാപ്പി. താങ്ക്